15-നാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. സിജോ, ഈ കേസ് ഇപ്പോൾ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തിരച്ചിൽ കേരളമൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ എവിടെയാണെന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തിരിക്കുന്നു. 15-ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെ ഈ തടയൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം തിരച്ചിൽ തൽക്കാലം അവസാനിപ്പിക്കുകയാണോ ചെയ്യുക? ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ DGPയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു അറസ്റ്റ് തടയുന്ന നടപടികളിലേക്ക് പോകുമെന്നുള്ള ഒരു കാര്യം പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ്. ഇപ്പോൾ പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് ഫേവറായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വരുന്നു. സ്വാഭാവികമായി മറ്റ് നടപടികളിലേക്ക് പോകുന്നതിനോട് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമതായിട്ട് കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ടും കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി എന്ത് തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഉന്നത തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരച്ചിൽ എന്തായാലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, തിരച്ചിൽ തുടരുകയും ചെയ്യും. പക്ഷേ കസ്റ്റഡിയിലെടുക്കുകയോ മറ്റു നടപടികളിലേക്ക് പോകുന്നതിനോ അന്വേഷണ സംഘത്തിനോ മറ്റു തടസ്സങ്ങളുണ്ടാവും. കാരണം അറസ്റ്റ് തടഞ്ഞ് കസ്റ്റഡിയിലെടുക്കുക ചോദ്യം ചെയ്യുന്ന നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ പോലും, പക്ഷേ അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ അത് മറ്റ് വളരെ വേഗത്തിൽ കണ്ടെത്തുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യുക, പിന്നീട് കോടതിയിൽ ഹാജരാക്കുക, വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ നടപടി എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത് നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിലേക്ക് ചർച്ചകളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ തേടി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. കാരണം ആദ്യ കേസിൽ ഈ പറയുന്ന ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ കേസിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ അന്ന് നൽകി പരാതി അയച്ചിരിക്കുന്ന ഇമെയിലിലേക്ക് ആദ്യം റിപ്ലൈ അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്, സമയവും സ്ഥലവും ഒക്കെ ചോദിച്ച് മൊഴി രേഖപ്പെടുത്തുന്നതിന്. അതിനുശേഷം ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ അതിജീവിതയുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ മൊഴി നൽകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടിയാലും രണ്ടാമത്തെ കേസും വീണ്ടും കടുപ്പിക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കൊക്കെ അന്വേഷണ സംഘം പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കേസിന്റെ നടപടി തുടരാൻ പോലീസിന് ഇപ്പോൾ പ്രത്യേകിച്ച് കോടതിയുടെ തടസ്സങ്ങളൊന്നും ബാധകമല്ല, കോടതിയുടെ ഉത്തരവും കോടതിയുടെ നിർദ്ദേശവും ഒന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ആലോചനയിലേക്ക് പോലീസും സർക്കാരും നീങ്ങുമോ? ഈ രണ്ടാമത്തെ കേസ് KPCC നേതൃത്വത്തിനാണ് ആദ്യം പരാതി നൽകുന്നത് ഈ യുവതി. അതിനുശേഷം അത് DGP കൈമാറുകയാണ് ചേർന്നത്. നേരത്തെ കേസ് പോലെ ഈ പരാതിക്കാരി നേരിട്ട് വരികയോ അത് മൊഴി രേഖപ്പെടുത്തുകയായിരുന്നില്ല. കാരണം മൊഴി രേഖപ്പെടുത്തുന്നതിന് കുറച്ചധികം സമയം കൂടി ഈ കേസിൽ വരേണ്ടി വന്നു. ആദ്യത്തെ കേസിൽ മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി കൊടുക്കുന്നു. വിത്തിൻ അവേഴ്സ് തന്നെ, എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറിനുള്ളിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. തൊട്ട് പിറ്റേ ദിവസം തന്നെ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. മറ്റു നടപടികളിലേക്ക് പൂർത്തിയാക്കുകയും ചെയ്യുന്നു. 1 മണിക്കൂറിനുള്ളിൽ FIR എഴുതിയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ കേസിൽ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ മെയിലായിട്ടാണ് ഇത് വരുന്നത്. അതിനുശേഷം ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ തേടേണ്ടതുണ്ട്. കാരണം ഈ ആദ്യത്തെ കേസ് കുറച്ച് തെളിവുകൾ സ്ട്രെങ്തൻ ആണ്, അത് കയ്യിലുണ്ട്, പോലീസിന്റെ ഒക്കെ കൈവശമുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഈ അതിജീവിത കൂടുതൽ തെളിവുകളൊക്കെ കൈമാറിയാൽ മാത്രമേ ആ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേഗത്തിൽ കൃത്യമായ തെളിവുകളില്ലാതെ അറസ്റ്റിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അത് കോടതിയിലേക്ക് വരും. അതിന് കൃത്യമായി ചലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കൃത്യമായി എവിഡൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ടാണ് അത്തരം നടപടികളിലേക്ക് പോകാത്തത്. പക്ഷേ ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റേ കേസിൽ രണ്ടാമത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ നിയമപരമായ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്.